ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വറസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. صدق الله العظيم. ആദരണീയനായ SKSSFന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയരായ ഗുരുവര്യന്മാരെ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ SKSSFന്റെ കർമ്മധീരരായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ആദ്യമായി ഒരു സംശയം ചോദിക്കുകയാണ്. ഈ സംശയത്തിൻ്റെ ഉത്തരം നിങ്ങൾ നിഷ്പക്ഷമായി പക്ഷം ചേരാതെ അതിൻ്റെ ഉത്തരം പറയണം. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ കാണുന്നുണ്ട്. മത സംഘടനകളുണ്ട്, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ SIO, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് SFI, KSU, MSF, ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്. SKSSFും ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഈ സംഘടനകളുടെ കൂട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംഘടന ഏത് എന്ന ഒരു ചോദ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ നിഷ്പക്ഷമായി പക്ഷപാതിത്വമില്ലാതെ മറുപടി പറയണം. ഏതാണ് ആ സംഘടന? ഏതാണ്? SKSSF. ഇത് നമ്മൾ SKSSFൻ്റെ ആളുകളായതുകൊണ്ട് പറയുകയല്ല, അതൊരു സത്യമാണ്. 30 കൊല്ലം പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ വിസ്ഫോടനമാണ് ഈ സംഘടന ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 60 സെൻറ്റ്, ഇവിടെ 10 സെൻറ്റ്, അവിടെ 10 ക്വാർട്ടേഴ്സ്, ഇവിടെ മറ്റൊരു സെൻറ്റർ, ഇങ്ങനെ ആളുകൾ സമീപിച്ച് സംഘടനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്താണ് അതിൻ്റെ കാരണം എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇത് കേവലം ഒരു സംഘടനയല്ല. അന്നതിൻ്റെ മുൻനിരയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ആളുകളെന്ന നിലയിൽ ഇവിടെ പരീദ് സാഹിബുണ്ട്, ബാക്കി എൻ്റെ സഹപ്രവർത്തകർ മുസ്തഫ ഉൾപ്പെടെയുള്ള അക്കാലത്തെ ഒരുപാട് ആളുകൾ ഈ സ്റ്റേജിലുണ്ട്. ഇത് ആത്മാർത്ഥമായി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. യാതൊരു ദുരുദ്ദേശവും ഒരുവിധ ഭൗതിക താല്പര്യങ്ങളും അക്കാലത്ത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കണം, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാന്മാർ രൂപീകരിച്ച സംഘത്തെ അതിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരേ ഒരു ലക്ഷ്യം. അതോടൊപ്പം രണ്ടാമത്തെ കാരണം, ഈ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ
ഒരു സംശയവും വേണ്ട, ഇതിന് ആത്മീയമായ നേതൃത്വം നൽകി, ഇതിന് വെള്ളവും വളവും നൽകി ഒപ്പം നിന്ന് പ്രവർത്തിച്ച മഹാന്മാരായ നായകന്മാരിൽ ഒന്നാമൻ അഭിവന്ദനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഓരോ ഘട്ടത്തിലും വിളിച്ച് ഓരോ കാര്യങ്ങൾ അപ്പപ്പം നിർദ്ദേശിച്ചു തരും. എടാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ ഓർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അതൊക്കെ പിൽക്കാലത്ത് അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി. കോഴിക്കോട് മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ഒരു റൂമിൽ ഓഫീസ് വാടകയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എടാ, നിങ്ങൾക്ക് ഇതൊന്നും ഓഫീസ് പോരാ, നിങ്ങൾക്ക് സ്വന്തമായൊരു ആസ്ഥാനം വേണം, കാണുമ്പോൾ സ്വന്തമായൊരു ആസ്ഥാനം വേണം. സത്യത്തിൽ ഇസ്ലാമിക് സെന്റർ ആ നാവിൻ്റെ ആ ഒരു വാക്കിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അംഗീകാരമാണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏതൊരു സംഘടനക്കാണ് ഇത്ര സുന്ദരമായൊരു ആസ്ഥാനമുള്ളത്? കാണുമ്പോൾ മഹാനവറുകൾ പറയും, എടാ, നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം വേണം. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വാക്ക് അങ്ങനെയായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. സുപ്രഭാതം ദിനപത്രം, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യം സത്യത്തിൽ യാഥാർത്ഥ്യമായല്ലോ. ആ ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനോടൊപ്പം മനസ്സറിഞ്ഞ് നമ്മോടൊപ്പം ആദരണീയരായ നമ്മുടെ പണ്ഡിതന്മാർ നിന്നു എന്ന് മാത്രമല്ല, ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് നമ്മോടൊപ്പം നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ നേതൃത്വം നൽകുന്ന മഹാനാണ് തങ്ങളവർകൾ. നമുക്ക് വേണ്ടി ഒരുപാട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹുരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നമുക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, മനസ്സറിഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മഹാന്മാരായ ഒരു വലിയ നിരയുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ ബഹിർപ്രകടനമായിരുന്നു SKSSF. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിജയരഹസ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ നേടിയെടുത്ത ചരിത്രമാണല്ലോ കാണാൻ സാധിക്കുന്നത്. SKSSF പിറവിയെടുക്കുന്ന കാലഘട്ടം, അന്നത്തെ ചിത്രം ഈ തലമുറയ്ക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. അന്ന് കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു പ്രത്യേക രാഷ്ട്രീയ ലൈനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചില താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കം വളരെ വളരെ പതുക്കെ പിന്നെ പരസ്യമായി രംഗത്ത് വന്നൊരു കാലഘട്ടമായിരുന്നു. സത്യത്തിൽ സമസ്തയ്ക്ക് രാഷ്ട്രീയമല്ല, സമസ്തയുടെ അധ്യക്ഷൻ ഇന്നിവിടെ പ്രഖ്യാപിച്ചു. പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചതാണ് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച മഹാന്മാർക്കറിയാം, സമസ്തയെ അനുധാവനം ചെയ്യുന്ന അനുയായികളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാ സുന്നികളെയും ഈ സംഘടനയ്ക്ക് കീഴിൽ അണിനിരത്താൻ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിന്നാൽ നന്നാവില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ആ പൂർവികരായ മഹാന്മാർ ഈ സമീപനം സ്വീകരിച്ച് സമസ്തയുടെ രാഷ്ട്രീയ നയം സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. എന്നാൽ ഈ നയത്തിന് ഘടകവിരുദ്ധമായി ചില പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടനയ്ക്കുള്ളിൽ നിന്ന് ചരട് വലിച്ച്, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ പ്രതിയോഗി വിഭാഗം തലവന്റെ നേതൃത്വത്തിൽ വളരെ വ്യക്തമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ പരോക്ഷമായി എതിർത്തുകൊണ്ടിരുന്നു. മുസ്ലിം ലീഗിനെ സമസ്ത എതിർക്കാൻ പാടില്ലല്ലോ, കോൺഗ്രസിനെ സമസ്ത എതിർക്കാൻ, സമസ്തയുടെ ലക്ഷ്യം അതല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിരോധം ഉണ്ടാകാൻ പാടില്ല, വിധേയത്തിന് രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഇത് വിരോധം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രസംഗങ്ങളിലും ക്ലാസുകളിലും ലേഖനങ്ങളിലും തുടക്കത്തിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേട്ടതാണ്. ലീഗ് പഴച്ച പാർട്ടിയാണ്. പിന്നെ ഒരു മിനിറ്റ് ഇങ്ങനെ നിർത്തി പറഞ്ഞു, ഞാൻ യൂണിയൻ ലീഗിനെ അല്ല ഉദ്ദേശിച്ചത്, തബ് ലീഗിനെയാണ്. ഇങ്ങനെയൊക്കെയാണ് തുടക്കം. അങ്ങനെ പതുക്കെ പറഞ്ഞ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംശുദ്ധമായ വേദി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കീഴ്ഘടകങ്ങളുടെയും വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
അദ്ദേഹം ദുഷ്ടരാക്കോടുകൂടി ഒറിജിനൽ സുന്നിയായി രംഗത്ത് വന്നുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ച് ഒരു നിയമസഭാ ഇലക്ഷൻ വന്നാൽ അദ്ദേഹം ലിസ്റ്റ് പ്രഖ്യാപിക്കും, ഇന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണം, ഇന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ആ രീതിയിൽ പതുക്കെ പതുക്കെ വഹാബിയത്തിനോട് കൂടുതൽ തീവ്രതയുണ്ടെന്ന് വരുത്തി തീർത്ത് സുന്നി സ്പിരിറ്റുള്ള ആളുകളെ ഒപ്പം നിർത്താൻ, മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെയുള്ള ആളുകളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. മാത്രമല്ല, ഇലക്ഷൻ വരുന്ന സമയത്ത് നയപ്രഖ്യാപനം, ഇപ്രാവശ്യം വോട്ടാർക്ക് അദ്ദേഹം പ്രഖ്യാപിക്കാൻ തുടങ്ങി. ക്രമേണ മുസ്ലിം ലീഗ് വിരോധം നമ്മുടെ പ്രവർത്തകരുടെ ഉണ്ടാക്കി തീർത്ത് ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പരോക്ഷമായി ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ചിത്രമാണ് പരിശുദ്ധമായ ഒരു സംവിധാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ഘടകങ്ങളെയും വലിയൊരു ലക്ഷ്യം വെച്ച് സ്ഥാപിക്കപ്പെട്ട ആ സംഘടനയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ഇടത്തോട്ടൊരു ഇത്തിരി ബലം കൊടുത്ത് ചാഞ്ഞിരിക്കലാണ് സുന്നത്ത്. ഇടോ ചിരിക്കും മൂപ്പര്, പിന്നെ അടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, എത്രത്തോളം പറഞ്ഞാൽ സുന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാമെന്ന് അദ്ദേഹം ഫത്വ കൊടുത്തു. വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇടതുപക്ഷ ചായവും മുസ്ലിം ലീഗ് വിരുദ്ധ ലൈനും സ്വീകരിച്ചപ്പോൾ, അത് ആക്ഷൻ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ മാധ്യമ ശ്രദ്ധ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമായി മാറി. അങ്ങനെ ആയി തീർന്നപ്പോൾ പച്ചയായി മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നുവെന്ന് മാത്രമല്ല, ഇന്നും അവരുടെ പത്രം എഴുതിയ വാക്കുകൾ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. കോഴിക്കോട് YMC റോഡിലുണ്ട് ഒരു വേശ്യ, ചന്ദ്രിക പത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അവൾ നട തുറന്നാൽ ആ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ പച്ചയായി മുസ്ലിം ലീഗിനെയും അതിന്റെ മുഖപത്രത്തെയും വിമർശിച്ചുകൊണ്ട് പ്രതിയോഗികളെ ഒപ്പം നിർത്തി ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം നടത്തി. അത് പരാജയപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. ഇത്തരമൊരു ഘട്ടത്തിൽ SKSSFന്റെ പ്രവർത്തകന്മാർ ചിന്തിച്ചു, ഈ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ദുരന്ത ഫലം മുസ്ലിം സമുദായം അനുഭവിക്കേണ്ടി വരും. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം പൂർവ്വകാല നേതാക്കന്മാർ വിഭാവനം ചെയ്ത രാഷ്ട്രീയ നിലപാടിന് വ്യതിചലിച്ചുകൊണ്ട് വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തി സ്വന്തം ഒരു കക്ഷി ഉണ്ടാക്കി ഭൗതിക താല്പര്യത്തോട് മുന്നോട്ട് കൊണ്ടാൽ ഈ സംവിധാനം തകരുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സത്യത്തിൽ അതിനെതിരുള്ള വൈകാരിക മനോഭാവം കൊണ്ടാണ് സത്യത്തിൽ ഇത്തരം ഒരു ചിന്തക്ക് തുടക്കം കുറിച്ചത്. ആ ചിന്തയുടെ ബഹിർപ്രകടനമായി സമസ്തയുടെ സംശുദ്ധമായ ലൈൻ അംഗീകരിക്കുന്ന മഹാപണ്ഡിതന്മാരെ മുഴുവൻ വിമർശിച്ചു, ലേഖനം എഴുതി പ്രസംഗിച്ചു. എന്ന് മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായ കാര്യം, തന്ത്രപരമായി സംഘടനകളും പത്രങ്ങളും അദ്ദേഹം ബുദ്ധിപരമായി പിടിച്ചടക്കി. ആ കാലഘട്ടത്തിൽ സമസ്തയുടെ ദിനപത്രമായിരുന്നു സിറാജ്, അവർ കൈയടക്കി. സമസ്തയുടെ ഘടകങ്ങളുടെ മുഖപത്രങ്ങളായിരുന്നു സുന്നി വോയിസ്, അൽ മുബാറക്ക്, അതുപോലെ അദ്ദഅ്വ തുടങ്ങിയ ഒട്ടനവധി പത്രങ്ങൾ. ഈ ആനുകാലികൾ മുഴുവൻ പിടിച്ചടക്കി. സുന്നി യുവജന സംഘവും വിദ്യാർത്ഥി സംഘടനയും പിടിച്ചടക്കി. പറ്റാത്ത ആളുകൾ മുഴുവൻ തന്ത്രപരമായി കൗൺസിൽ വിളിച്ചു ചേർത്തി നീക്കം ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം പിടിയിലൊതുക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇതിനൊരു പരിഹാരം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കൂട്ടം പ്രവർത്തകന്മാർ ആദരണീയരായ ഗുരുവരന്മാരുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയത്. ആ മുന്നോട്ട് പോയതിന്റെ ഫലമായി മഹാന്മാരായ പണ്ഡിതന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ആശീർവാദത്തോടുകൂടി ശൂന്യതയിൽ നിന്ന് SKSSF പടുത്തുയർത്താൻ സാധിച്ചു. അതിന് മുന്നിൽ നിന്ന മഹാന്മാരായ നായകനായിരുന്നു, ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് അഭിവന്ദനായ മുക്കം ഉമർ ഫൈസി, എൻ്റെ പ്രിയങ്കരനായ പരീദ് സാഹിബ്. രണ്ടുപേർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഭാഗത്ത് അഭിവന്ദനായ നാട്ടികവി മൂസ മുസ്ലിയാർ, നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ.
വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, AV അബ്ദുറഹ്മാൻ ഫൈസി, പുത്തനഴി മൊയ്തീൻ ഫൈസി, ഇങ്ങനെ എണ്ണപ്പെട്ട ആളുകൾ ഇത് നായകത്വം നൽകി. നന്നായി പ്രവർത്തിച്ചു. അനുഗ്രഹാശിസുകളോടെ വിജയകരമായി SKSSF രൂപീകരിച്ചു. SKSSF രൂപീകരിച്ച ശേഷം അത് കേവലം ഒരു വിദ്യാർത്ഥി സംഘടനയായിക്കൊണ്ട് ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോകാനല്ല ശ്രമിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, വിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഭരണഘടനയ്ക്ക് വിധേയമായി മഹാത്മാക്കളായ നായകന്മാരുടെ, പണ്ഡിതന്മാരുടെ, സാദാത്തുക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഓരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയി. ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ SKSSF ആരുടെയും മുഖം നോക്കി അതിനനുസരിച്ച് നിന്നിട്ടില്ല. തെറ്റുകൾ അകത്ത് കണ്ടാൽ അകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ടൈമിനകം തീരെ ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ തിരിച്ചറിയാൻ. SKSSF വരുന്നതിന് മുമ്പ് കേരളത്തിൽ മുസ്ലിം സഹോദരിമാർ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യവും കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ആണുങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിക്കുക, സ്ത്രീകൾ വണ്ടിയിലിരിക്കുക, ഖളാ ആക്കുക, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ കയറി നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുക. ഈ ദുരന്തപൂർണമായ കാഴ്ച കണ്ടപ്പോൾ SKSSF സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തു. നിശ്ചിത കേന്ദ്രങ്ങളിൽ യാത്രാ സൗകര്യത്തും ഉള്ള യാത്ര പോകുന്ന കേന്ദ്രങ്ങളിൽ ഇന്ന കേന്ദ്രങ്ങളിൽ ഒക്കെ സ്ത്രീകൾക്ക് പ്രത്യേക നിസ്കാര സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തപ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി. ഇന്ന് കേരളത്തിലുടനീളം നിങ്ങൾക്ക് എവിടെയൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ഓരോ സ്ത്രീകളും നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ ഒരു വിഹിതം യൗമുൽ ഖിയാമത്ത് വരെ ഈ SKSSFന്റെ പ്രവർത്തകന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം മാത്രം. ഒരൊറ്റ ഉദാഹരണം. ആ വിധത്തിൽ ഉള്ളിൽ നടക്കുന്ന തിരുത്തേണ്ട കാര്യങ്ങൾ നിരന്തരം തിരുത്തിക്കൊണ്ടിരുന്നു. മറുഭാഗത്ത് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ രക്ഷ രാഷ്ട്രീയത്തിലാണ്, വിദ്യാഭ്യാസ വിപ്ലവത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് മറുവിഭാഗം രാഷ്ട്രീയത്തോട് അവജ്ഞ ഉണ്ടാക്കി തീർത്തൊരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു, വല്ലാഹി സുമ്മ വല്ലാഹി, ഞാൻ കേട്ടതാ, എന്റെ ഈ കരം കൊണ്ട് ഞാനൊരു വോട്ട് ചെയ്തിട്ടില്ല. രാഷ്ട്രീയം എന്ന ഒരു അളിഞ്ഞ പ്രസ്ഥാനമാക്കി മാറ്റിവെച്ചു. സത്യത്തിൽ രാഷ്ട്രീയക്കാരിൽ ചീഞ്ഞളിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കാം. രാഷ്ട്രീയം ഇന്ത്യയിൽ അനിവാര്യമായ വിഷയമാണ്. നമ്മുടെ രാഷ്ട്രീയ അവബോധമുണ്ടാക്കി മുസ്ലിം സമൂഹത്തിൽ. ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ വിമോചനത്തിന് വിമോചനം, രാഷ്ട്രീയം വിമോചനം എന്ന പ്രമേയം അംഗീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തി. രാഷ്ട്രീയ ബോധം വേണം, രാഷ്ട്രീയ ശക്തി വേണം, രാഷ്ട്രീയ പിൻബലം വേണം. ഈ രാജ്യത്ത് വിദ്യാഭ്യാസ വിപ്ലവം കാഴ്ചവെക്കണം. അങ്ങനെയാണ് HEPയും ട്രെൻഡും ഒക്കെ ഉപയോഗിച്ച് ഈ IAS-കാരെയും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് തിന്മകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു സംഘടന കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ SKSSF നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ ബിദഈ പ്രസ്ഥാനത്തിന് സ്വാധീനമുണ്ടാക്കുന്ന വിധം ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്താൻ സാധ്യമാകാത്ത വിധം ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഒരു പ്രശ്നം വന്നാൽ അവിടെ നേരിടും SKSSF എന്ന് ബോധ്യപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫ്സലുമാ സിലബസിൽ മുഖ്തസറുൽ അഹ്കാമുൽ ഫിഖ്ഹിയ ഉദാഹരണം പറയുകയാണ്. സംഭവങ്ങൾ പറയാൻ പറ്റില്ല. വഹാബികളുടെ ആശയം മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകം രംഗത്ത് വന്നപ്പോൾ SKSSF സമരം പ്രഖ്യാപിച്ചു. ചർച്ച നടന്നു യൂണിവേഴ്സിറ്റിയിൽ വെച്ച്. ആ പുസ്തകം പിൻവലിച്ചു. പിന്നെ ആ പുസ്തകം സിലബസിൽ വന്നിട്ടില്ല. ഈ തരത്തിൽ വഹാബി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയ വൈകല്യത്തെ തുറന്നു കാണിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികത ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ചത്. SKSSF ദൗത്യം തുടർന്നു. SKSSFന്റെ മുഖപത്രം സത്യധാര വഹാബി പ്രസ്ഥാനത്തിന്റെ കുറിക്കുകൊള്ളുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് അൽ ഇസ്ലാഹ് മാസിക മറുപടി കൊടുത്തതായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ തുടക്കം. പിന്നത് പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിലയിൽ ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് സന്ധിയില്ലാ പോരാട്ടം. നമ്മുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യാജസിദ്ധന്മാർ അവർക്കെതിരെ ജീർണതയ്ക്കെതിരെ ജിഹാദ് ക്യാമ്പയിൻ നടത്തി. ഈ രീതിയിൽ എവിടെയൊക്കെ ജീർണതകൾ കാണുന്നോ, എവിടെയൊക്കെ തെറ്റുകൾ കാണുന്നോ, എവിടെയൊക്കെ തിന്മകൾ കാണുന്നോ
അതിനൊക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് പറയേണ്ടടുത്ത് സ്വകാര്യമായി പറഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഈ SKSS മുന്നോട്ട് വെച്ച ഒരാശയം പരാജയപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഏതേത് കാര്യങ്ങളും ഏതേത് സംഭവങ്ങളിലും ഇതാ ആ വിഭാഗം ആദരവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യാജമുടി കൊണ്ടുവന്നില്ലേ? ആ വ്യാജമുടി ഒരരിക്കാക്കി കൊടുത്തത് ആരാണ്? SKSS. എന്റെ പ്രിയപ്പെട്ടവരെ, SKSS ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളീയ മുസ്ലിം സമുദായം ആ മുടിയുടെ പിന്നിൽ പോകുമായിരുന്നു. ഒരു സമുദായത്തെ മൊത്തം തിരിച്ചു കൊണ്ടുവന്നു. തീവ്രത നിങ്ങൾ ഓർത്ത് നോക്കൂ. 90കളിൽ സ്വകാര്യമായി തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടം. ഒരു വിഭാഗവും എതിർക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നു. ഇവരെ എതിർത്താൽ ഇതൊക്കെ നമ്മളെ പ്രവർത്തകരെ, അവർ നമ്മൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നു. SKSS അന്തസ്സായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു പേരിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട്, പിൽക്കാലത്ത് NDF എന്നറിഞ്ഞിരുന്ന ആ സംഘത്തിനെ നിശിതമായി അതിന്റെ ആശയങ്ങൾ വിമർശിച്ചുകൊണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമൂഹ മധ്യേ തുറന്നു കാണിച്ച് തീവ്രത തെറ്റും ശരിയുമെന്ന ക്യാമ്പയിൻ നിരന്തരം നടത്തിക്കൊണ്ട് സത്യത്തിൽ കേരളീയ ചരിത്രത്തിൽ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ചിറകരിഞ്ഞെടുത്തത് SKSS ആയിരുന്നു. അന്ന് SKSS പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആ പ്രസ്ഥാനത്തിന്റെ കൂടെ പോകുമായിരുന്നു. ഈ തരത്തിൽ സംഭവങ്ങളുടെ പരമ്പരകൾ നീണ്ടതാണ്. യാഥാർത്ഥ്യം നോക്കിക്കൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിക്കുക. എന്താണ് നമുക്കുള്ള പ്രചോദനം? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ തിർമിദിയിൽ അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ തകൂനു ഇമ്മഅതൻ. റസൂലുള്ളാഹിന്റെ വാക്ക, നമുക്കുള്ള വാക്ക, നിങ്ങൾ റാൻമൂളികളാകരുത്. ആ വാക്കിന്റെ അർത്ഥം എങ്ങനെ? ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ ആളുകൾക്കനുസരിച്ച് ഒപ്പം നടക്കുന്ന, ഒപ്പം അഭിപ്രായപ്പെടുന്ന, സ്വന്തം അഭിപ്രായമില്ലാത്ത റാൻമൂളികളാകരുത്. തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു, ഇൻ അഹ്സനന്നാസു അഹ്സന, ആളുകൾ നല്ല വഴിക്കാ പോകണം, ഞങ്ങളും നല്ല വഴിക്ക് പോകും. വൈൻ അസാവു ലലംന, ആളുകൾ തെറ്റായ മാർഗത്തിൽ പോവുകയാണ്, ഞങ്ങളും തെറ്റായ മാർഗത്തിൽ പോകും. ഈ ഒരു സമീപനം നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പറ്റില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലാകിൻ വത്തിനു അൻഫുസകും, എങ്കിലും നിങ്ങൾ വ്യക്തമായ നിലപാടുകളിലായിരിക്കണം. നിങ്ങൾ കൃത്യമായ നിലപാടുകൾ വേണം. ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ആളുകൾ നേരായ റൂട്ടിലാണെങ്കിൽ നിങ്ങൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം, നന്മക്ക് പിന്തുണ കൊടുക്കണം. വൈൻ അസാവു, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ സമുദായം തെറ്റായ ദിശയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഫലാ തളിമു, ആ തെറ്റിന് നിങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ലെന്ന്, നിങ്ങൾ വ്യക്തിത്വം കാണിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഖവും നോക്കാൻ നമ്മൾ നിലപാട് സ്വീകരിച്ചിരുന്നു. ഞാൻ ഓർക്കുകയാണ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നുപോയി ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സംഘത്തിന്റെ അധ്യക്ഷനായ കാലഘട്ടം വനിതാ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടൊരു വിഷയം. വനിതാ മുസ്ലിം ലീഗ് ഒരു അനിവാര്യ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. സ്ത്രീകൾക്ക് ചില പരിമിതികളുണ്ട് ഇസ്ലാമിൽ. പക്ഷെ ആ അനിവാര്യ സാഹചര്യത്തിൽ രൂപീകരിക്കുമ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വനിതാ ലീഗിന് മാർഗരേഖ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നു അവരെങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ആ മാർഗരേഖ ലംഘിച്ചുകൊണ്ട് പരസ്യമായി മുസ്ലിം സ്ത്രീകളെ രംഗത്തിറങ്ങിക്കൊണ്ട് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ മദ്യത്തിനെതിരെ വനിതാ ലീഗ് ധർണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വന്നപ്പോൾ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ SKSS സംസ്ഥാന കമ്മിറ്റി പരസ്യമായി രംഗത്ത് വന്നു. രഹസ്യമായി പറഞ്ഞാൽ വിലപ്പോകില്ല എന്ന് കണ്ടപ്പോൾ അടിയന്തരമായി വനിതാ ലീഗ് സംസ്ഥാന യോഗം ചേർന്നു. ആ ധർണ പിൻവലിച്ചു. ചരിത്രത്തിൽ ഇത്തരം അനവധി നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാം. തിന്മകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു സ്വഭാവമായിരുന്നു സമസ്തയുടെ എല്ലാ നായകന്മാർക്കും ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ എല്ലാ വിഭാഗീയ സംഘടനകൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന വിധത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ ഒരു പുതിയ സമീപനം സ്വീകരിച്ചു. സമവായം. ഈ സമവായം തീരുമാനിച്ചപ്പോൾ മഹല്ലുകൾ നമുക്ക് വമ്പിച്ച പ്രശ്നമുണ്ടായി.
കാരണം 4 AP അവിടെ ഉണ്ടാവും, 90% നമ്മുടെ ആളുകൾ. പക്ഷേ മുസ്ലിം ലീഗിന്റെ സമീപനം അവർക്കും നമുക്കും തുല്യമായി. ഇങ്ങനെ സമവായ സമീപനം സ്വീകരിക്കുന്ന ആത്മഹത്യാപരമാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ അസ്തിത്വത്തെ ബാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സുന്നികളുടെ ആത്മാഭിമാനം, സുന്നികളുടെ രോമാഞ്ചം എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിവന്ദനായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അള്ളാഹു മഹാനവർക്ക് എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മലപ്പുറം സലാമത്ത് നഗറിൽ സംഘടിപ്പിച്ച സുന്നി മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു, സമവായം അതെന്ത് വാഴയാണ്, എന്ത് വാഴയാണ്? അങ്ങനെ വാഴ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മൈസൂർ വാഴ കണ്ടിട്ടുണ്ട്, മലമുണ്ടി വാഴ കണ്ടിട്ടുണ്ട്, നേന്ത്രവാഴ കണ്ടിട്ടുണ്ട്, പൂവൻ വാഴ കണ്ടിട്ടുണ്ട്. സമവായം എന്ത് വാഴ, എന്ത് വാഴ? ആ വാഴ ഇവിടെ കൊലക്കില്ല എന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതോടെ ആ സമവായത്തിന് പുറകോട്ട് പോയല്ലോ പാർട്ടിയുടെ ഇത്തരം സമീപനം സ്വീകരിച്ച ആളുകൾ. ഞാൻ സൂചിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്ത് ചരിത്രം, SKS ഒരു ചരിത്രം അങ്ങനെ. ഇതാ ഏറ്റവും ലാസ്റ്റ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഏറ്റവും ലാസ്റ്റ് വഖഫ് ട്രൈബ്യൂണൽ ഈ ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവന്നു നടപ്പാക്കുകയാണ്. കേരളത്തിലെ സകലമാന പള്ളി മദ്രസ തർക്കങ്ങളെയും കേസിൽ തീർപ്പ് കൽപ്പിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന കോടതിയാ. അതിൽ 3 അംഗങ്ങളാണ്, ജഡ്ജിമാരും 2 അംഗങ്ങളും ഒരു ജഡ്ജിയും. ഈ ജഡ്ജി ആൾറെഡി ഒരു ഉദ്യോഗസ്ഥനായ ജഡ്ജി. മറ്റ് 2 ആളുകളെയും നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വിഭാഗത്തിൽ നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിലെ വകുപ്പ് മന്ത്രി പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ യോഗം ചേർന്നു, കീഴ്ഘടകങ്ങളുടെ യോഗം വിളിച്ചു. കീഴ്ഘടകങ്ങൾ SKSSന്റെ സാരഥികളെ ഔദ്യോഗിക ഭാരവാഹികളെ കൊണ്ട് സമരസമിതി രൂപീകരിച്ചു. ആ വഖഫ് ട്രൈബ്യൂണൽ ഭരണമേൽക്കുന്ന അതേ ദിവസം കോഴിക്കോട് സമരം പ്രഖ്യാപിച്ചു. കേരളത്തിലെ വകുപ്പ് മന്ത്രി അടിയന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ദുബൈയിലായിരുന്നു. ദുബൈയിൽ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ സമരം ദയവിച്ച് നിർത്തിവെക്കണം, നിങ്ങൾ ആവശ്യം എന്താണെങ്കിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും നമ്മുടെ പ്രതിനിധികൾ ചർച്ച ചെയ്യുകയും തീർച്ചയായും ആ 2ൽ ഒരാളെ ഈ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി അവസാനിപ്പിച്ച് നിങ്ങൾ തരുന്ന മറ്റൊരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാമെന്ന് ഈ ഗവൺമെന്റ് ഏൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. സംഘടനയുടെ സ്വാധീനം. ഇപ്പൊ ശരിയത്ത് റൂൾ നിലവിലുണ്ട്. അപകടകരമായ ഒരു വിഷയമാണ് നിലവിലുള്ള ശരിയത്ത് റൂൾ. അതിനാരൊക്കെ സ്വാഗതം ചെയ്താലും ശരി, ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ആ റൂൾ ഭേദഗതി ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ഭേദഗതി ചെയ്യും, സമസ്ത പറഞ്ഞതുപോലെ എന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ്. നമ്മൾ ആ ഉറപ്പ് തരുന്ന അവസാന സമയം വരെ കാത്തിരിക്കുകയാണ്. മുഖം നോക്കാതെ ഏത് സംഘടനയാലും, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും, ഏത് പാർട്ടി ആയിരുന്നാലും നിലപാട് പറയുന്ന സത്യസന്ധമായ സമീപനം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ വിജയരഹസ്യം. അത് മാത്രമാണ് നമ്മുടെ വിജയരഹസ്യം. സത്യസന്ധമായി, ആത്മാർത്ഥമായി തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് മുഖം നോക്കാതെ മുന്നോട്ട് പോയാൽ താൽക്കാലികമായി ചിലർക്കൊക്കെ വെറുപ്പുണ്ടായാലും ശരി, പിൽക്കാലത്ത് അവർ തിരുത്തും. സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ നമുക്ക് ശക്തി പകരും. അതാണ് ഈ ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നത്. സർവോപരി അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ മാർഗത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകാൻ നമ്മുടെ പിന്നിൽ ശംസുൽ ഉലമയുണ്ട്, നമ്മുടെ പിന്നിൽ ശിഹാബ് തങ്ങളുണ്ട്, നമ്മുടെ പിന്നിൽ സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുണ്ട്, നമ്മുടെ പിന്നിൽ സമസ്തയുടെ സമുന്നതരായ സാരഥികളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ധൈര്യമായി ഈ മാർഗത്തിൽ സ്വാർത്ഥ താല്പര്യമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മരണപ്പെട്ടു പോയ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. ഈ 30 കൊല്ലക്കാലയളവിൽ നമ്മുടെ ഒരുപാട് നേതാക്കളും സാദാത്തുക്കളും പണ്ഡിതന്മാരുമുണ്ട്. അവർക്കൊക്കെയും ദയാനിധിയായ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സകലമാന പ്രവർത്തകന്മാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപാട് സുഹൃത്തുക്കൾ രോഗമായി കിടക്കുന്നുണ്ട്. നമ്മുടെ മജീദ് പന്തല്ലൂർ KMCCയുടെ സുന്നിയുടെ നേതാവാണ്, ഹോസ്പിറ്റലാണ് ദുബൈയിൽ. അതുപോലെ തന്നെ നമ്മുടെ KK മുഹമ്മദ് സാഹിബ് ദുബൈയിലുണ്ട്, അദ്ദേഹത്തിന്റെ മാതാവ് ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെയും നമുക്കൊക്കെയും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.